നിമ്മി വീഴാതിരിക്കാൻ ആൻറ്റിയെ മുറുകെ പിടിച്ചിരിക്കുന്നു. ആൻറ്റോ, നമുക്ക് കിട്ടിയത് രണ്ടും കണക്കായി പോയല്ലോ. നിമ്മി ആദ്യം തീപ്പൊരി ഇട്ടുകൊണ്ട് ചോദിച്ചു. എന്താ അങ്ങനെ പറഞ്ഞത്? മനസ്സിലായില്ല. ആൻ്റണി നിമ്മി പറഞ്ഞത് മനസ്സിലാവാതെ സംശയത്തോടെ ചോദിച്ചു. അവൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. അല്ല, എൻ്റെ പാപ്പുവിന് ഭയങ്കര പേടിയാ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ. അവൾ അവൻ്റെ ഒപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി. മനഃപൂർവ്വം അവൻ്റെ തോളിൽ അവൾ താങ്ങിക്കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവളുടെ മനസ്സ് ആൻ്റണിയെ ആഗ്രഹിച്ചു. പാപ്പുവിന് പകരം ആൻ്റണി ആയിരുന്നുവെങ്കിൽ അവൾ കൊതിച്ചു. ഓ, അങ്ങനെ നോക്കിയാൽ ശരിയാ. എന്നാലും അവരല്ലേ നമ്മുടെ എല്ലാം. ആൻ്റണി ചിരിയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി. അവനെ നോക്കി നിൽക്കുന്ന ബിനിതയെയും അമലുവും. ആൻ്റണി, തനിക്കറിയോ, നിങ്ങൾ ഇവിടെ വന്നപ്പോളാ ഞാൻ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുന്നത് തന്നെ. നിമ്മി വെള്ളത്തിലേക്ക് ഇറങ്ങി. അവളുടെ കൈ കുമ്പിളിൽ വെള്ളമെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കളിച്ചു. അവളുടെ കണ്ണു നിറയുന്നത് ആൻ്റണി കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു. അതെന്താ അങ്ങനെ? അവളുടെ പ്രവൃത്തിയും പറച്ചിലും കേട്ടിട്ട് ആൻ്റണി ചോദിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. കുട്ടികളില്ലാത്തത് പാപ്പുവിൻ്റെ പ്രശ്നമാണ്. എന്നിട്ടും അവരുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. പാപ്പു ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതാ ഈ ജോലി. ഇവിടെ എത്തിയപ്പോൾ സമാധാനം കിട്ടുമെന്ന് കരുതി. ഇല്ല, എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഇവിടെ എത്തിയതിന് ശേഷവും പാപ്പു എന്നെ മറന്നു. ജോലിയെന്നും പറഞ്ഞ് പോയ ഒറ്റ പോക്കാണ്. അവൾ അവനെ നോക്കി കരച്ചിലടക്കി പറഞ്ഞു. അവളുടെ കണ്ണീർ താഴേക്ക് പതിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൾക്ക് അപ്പോൾ ആൻ്റണിയുടെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തോന്നി. അവന് ജോലി ഭാരമുണ്ടാവും. അതാവും. അവനെ മനസ്സിലാക്കാൻ നിമ്മിക്കല്ലേ കഴിയൂ. ആൻ്റണി അവളുടെ വേദന കുറക്കാൻ വേണ്ടി പറഞ്ഞു. പുളുത്തി കൊടുക്കാണ്. ഞാൻ എന്നും പാപ്പുവിൻ്റെ കൂടെയുണ്ട്. പാപ്പുവിന് ആണ് എന്നെ വേണ്ടാത്തത്. സത്യത്തിൽ ജീവിതം മടുത്ത പോലെയായിരുന്നു നിങ്ങൾ വരും വരെ. ആൻ്റണി പോലെ ഒരാളെയായിരുന്നു എൻ്റെ മനസ്സിൽ. നിങ്ങൾ സൂപ്പറാണ്. അവൾക്ക് അവൻ്റെ സംസാരം തീരെ പിടിച്ചില്ല. എന്നാലും അവനെ വെറുപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി വാശ്യമായ ചിരിയോടെ പറഞ്ഞു. സത്യം, ഇനി എന്തു ചെയ്യാനാ? പോയില്ലേ? ഞാൻ ബിനിതയോട് ചോദിച്ചിട്ട് സമ്മതിച്ച് നിമ്മിക്ക് കൂടി ഒരു ജീവിതം തരാം. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് തമാശയോടെ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ മനസ്സ് ആൻ്റണിക്ക് സഹതാപം തോന്നി. ഓഹോ, അതിന് ബിനിതയുടെ സമ്മതം വേണോ? അവൾ ഉള്ളിൽ വന്ന ദേഷ്യം കടിച്ചു അമർത്തി കൊണ്ട് ചോദിച്ചു. പിന്നെ വേണം. അവൻ അതിനും ചിരിച്ചു മറുപടി നൽകി. നല്ലതാ. അവൾ വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. ബിനിത അമലുവിൽ നിന്നും മാറി ആൻ്റണി കാണും വിധം ഒരു കല്ലിൽ പോയി ഇരുന്നു. അവളുടെ കണ്ണുകൾ ആൻ്റണിയിൽ ഉറച്ചു നിന്നു. അവളുടെ നെറ്റി ചുളിഞ്ഞു. ആൻ്റണിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്ന നിമ്മി. അതിനെ തടവും വിധം ആൻ്റണി വേണ്ട എന്ന് പറയുന്നു. അതൊന്നും കേൾക്കാതെ അവൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് നിമ്മി. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ബിനിത ചുറ്റും നോക്കി. അമലു മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്നു. കയ്യിൽ ഫോണുമുണ്ട്. ആരോടോ കാര്യമായി സംസാരത്തിലാണ്. പെട്ടെന്ന് നിമ്മിയുടെ ആൻ്റണിയുടെയും അടുത്തു നിന്നും വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ബിനിത ചാടി എണീറ്റു. നിമ്മി ആൻ്റണിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു കിടക്കുന്നു. ആൻ്റണി മൊത്തമായും വെള്ളത്തിലാണ്. ഇരുവരും അബദ്ധം പിണഞ്ഞത് പോലെ എണീറ്റു. ആൻ്റണി എന്തോ പറയുന്നുണ്ട്. ഇച്ചായ, എന്തു പറ്റിയത്? ബിനിത അവിടെ നിന്നും വിളിച്ചു ചോദിച്ചു. നിമ്മി തെന്നി വീണതാ, ആൻ്റണി വെള്ളത്തിൽ നിന്നും കയറിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖത്ത് കുറ്റബോധം തളം കെട്ടി നിന്നിരുന്നു. മതി, കേറി വാ രണ്ടും. ബിനിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. വരുവാ. ആൻ്റണി നിമ്മിയെ നോക്കാതെ ബിനിതയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് പുറകെ തല താഴ്ത്തി നിമ്മിയും. മൊത്തം നനഞ്ഞു. ബിനിത ചുരിദാറിൻ്റെ ഷോൾ അവൻ്റെ തല തുവർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അമലു, എനിക്ക് തുണി മാറണം. നമുക്ക് വീട്ടിൽ പോവാം. ആൻ്റണി പറഞ്ഞിട്ട് ജീപ്പിൽ പോയിരുന്നു. 3 പേരും പരസ്പരം നോക്കിയ ശേഷം ജീപ്പിലേക്ക് കയറി. എന്തു പറ്റി ഇച്ചായ? ആൾ ഷർട്ട് അയച്ചു മാറ്റ്. വണ്ടി റോട്ടിലേക്ക് ഇറക്കുമ്പോൾ ബിനിത പറഞ്ഞു.
അവൻ പുറത്തേക്ക് നോക്കി ഇരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മനസ്സിൽ അപ്പോൾ നിമ്മി തൻ്റെ ദേഹത്തേക്ക് വീണ് താനും അവളും വെള്ളത്തിലേക്ക് വീഴുമ്പോൾ പറഞ്ഞ വാക്കുകളായിരുന്നു. ആൻറ്റോ, ഐ ലവ് യു. എനിക്ക് നിന്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കാനാണ് കൊതിയാവുന്നു. പോകും മുമ്പേ ഒരു വട്ടം ഈ ജന്മം ഓർത്തിരിക്കാൻ നിന്റെ പ്രണയം എനിക്ക് തരുമോ? ഷീ. അവൻ അവളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ പരിശ്രമം നടത്തി. അവൻ അവളോട് വെറുപ്പ് തോന്നി. നിന്റെ വിനിതയോട് എനിക്ക് അസൂയ തോന്നുന്നു. അവൾ അങ്ങനെ പറഞ്ഞ് അവനെ വിട്ട് എണീറ്റ് നിന്നു. വീട്ടിലെത്തിയിട്ടും ആൻ്റണിയുടെ മനസ്സ് നേരെ നിന്നില്ല. അവൻ്റെ ഉള്ളിൽ നിമ്മിയുടെ മുഖവും പ്രവൃത്തിയും തട്ടിക്കളിച്ചു. ഇച്ചായ, എന്ത് ഇരിപ്പാ ഇത്? നിങ്ങൾ വീണപ്പോൾ തല വല്ലതും കല്ലിൽ ഇടിച്ചോ? വിനിത അവൻ്റെ തലയിൽ തടവിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. അവൻ അവളെ ആദ്യമായി കാണും പോലെ കുറച്ചു നേരം നോക്കിയിരുന്ന ശേഷം എണീറ്റ് ബാത്റൂമിൽ കയറി. അവൻ്റെ പോക്ക് കണ്ടിട്ട് അവൾക്ക് നെറ്റി ചുളിച്ചു. അവൻ ഡോർ അടച്ച് ഡോറിൽ ചാരി നിന്നു. അവൻ്റെ മുന്നിൽ നിമ്മിയും മുഖം തെളിഞ്ഞു. അവൻ്റെ ഉള്ളിൽ അവളോട് അറപ്പ് തോന്നി. അമലിനുവിനോട് സഹതാപവും. എന്ത് ധൈര്യമാണ് അവൾക്ക് അന്യപുരുഷനോട് അധികാരം കാണിക്കാൻ? അല്ല, ഒരു കണക്കിന് അമല് തെറ്റുകാരനാണ്. ഭാര്യയെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരുന്നാൽ ഇതാവും അവസ്ഥ. അവൻ പണത്തിന് പുറകെ പായുന്നു. ഭാര്യയെ നോക്കാനോ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനോ ശ്രമിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടെന്ന് പോണം, ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം അവതാളത്തിലാവും. ഇതൊക്കെ വിനിത അറിഞ്ഞാൽ നിമ്മിയെ കൊല്ലും. വിനിത ഒരു കളങ്കവുമില്ലാതെയാണ് ഇതുവരെ ജീവിച്ചത്. താൻ കാരണം അവൾ കരയാൻ ഇടവരരുത്. അവൻ ചിന്തകൾക്ക് വിരാമമിട്ട ശേഷം ഡോർ തുറന്നു. അപ്പോഴും ബെഡിൽ തന്നെ ഇരിക്കുകയാണ് വിനിത. അവനൊന്ന് അമ്മന്തിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നെ എണീറ്റ് അവൻ്റെ അടുത്തെത്തി. എന്താ നിങ്ങൾക്ക്? അവൻ്റെ കവിളിൽ ഇരു കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ തല വെട്ടിച്ചു പിടിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞൊപ്പിച്ചു. പിന്നെ അവൾക്ക് അവൻ്റെ ഉത്തരത്തിൽ തൃപ്തി വന്നില്ല. പിന്നെയൊന്നുമില്ല, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണോ? അവൾ വീണ്ടും ചോദിച്ചു. നിനക്കിവിടെ മടുത്തല്ലേ? നാളെ തന്നെ നമുക്ക് പോവാം. ആൻ്റണി അവളെ ബെഡിലേക്ക് ഇരുത്തി അവൾക്കൊപ്പം അവനും ഇരുന്നു. പിന്നെ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ഇപ്പോൾ പെട്ടെന്ന്? അവൾ അവൻ്റെ സംസാരത്തിൽ അതിശയം തോന്നി. ചെറിയൊരു പേടി അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. ഞാൻ കുറേ ആലോചിച്ചു. നിന്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം? അവൻ അവളെ അവനോടടുപ്പിച്ചിരുത്തി. അവൻ അവളുടെ കയ്യിൽ ചുംബനം കൊണ്ട് മൂടി. അത് കുഴപ്പമില്ല. ഇച്ചായം എനിക്ക് വേണ്ടിയല്ലേ അമല് ലീവ് എടുത്തത്? അവൾ അവൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചു. എന്തോ കരട് അവൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് അവൾക്ക് മനസ്സിലായി. എന്തെങ്കിലും അറിയണം, അവൾ മനസ്സിൽ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇച്ചായൻ്റെ ഇഷ്ടം, അവൾ ചിരിയോടെ പറഞ്ഞു. ഇനി ലഗേജ് എടുത്തു വെക്ക്, ഞാൻ ഇപ്പോൾ വരാം. ആൻ്റണി അവളെ വിട്ട് പുറത്തേക്ക് നടന്നു. അമലുവിനോട് എന്തെങ്കിലും കള്ളം പറയണം. ആൻ്റണി ഓരോന്നും ആലോചിച്ച് ഹാളിലെത്തി. അവരുടെ റൂം മുകളിലാണ്. അവൻ്റെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങുമ്പോൾ മുന്നിൽ കിതപ്പോലെ അമലും. എന്താണ് കാര്യമെന്ന് ചോദിക്കും മുന്നേ അവൻ ആൻ്റണിയുടെ തോളിൽ പിടിച്ചിരുന്നു. എടാ, നിമ്മിക്ക് ഒട്ടും വയ്യ, നീ ഒന്ന് വന്നേ, അവൻ റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ വിയർത്തിരുന്നു. എന്ത് പറ്റി? അമലുവിൻ്റെ ഒപ്പം റൂമിലേക്ക് നടക്കുമ്പോൾ ആൻ്റണി ചോദിച്ചു. അമലുവിൻ്റെ വെപ്രാളം കണ്ടപ്പോൾ ആൻ്റണി ശരിക്കും പേടിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവർ റൂമിൽ ചെല്ലുമ്പോൾ നിമ്മി ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. നന്നായി വിറക്കുന്നുണ്ട്. അമലു അവളെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. ബിനി, ആൻ്റണി ഉറക്കെ വിളിച്ചു. അവൻ്റെ സൗണ്ട് കേട്ട് വിനിത അങ്ങോട്ട് ഓടി വന്നു. നിമ്മിയെ എടുത്ത് ജീപ്പിൻ്റെ അടുത്തെത്തിയിരുന്നു അമല് അപ്പോൾ. ബിനി മോളെ, നീ ബാക്കിൽ കയറിയിരി, ആൻ്റണി അവളോട് പറഞ്ഞു. അവൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. അവൾ സീറ്റിലേക്ക് കയറിയിരുന്നു. അമല് അവളെ വിനിതയുടെ മടിയിലേക്ക് കിടത്തി. നീ വാതിൽ പൂട്ട്, ആൻ്റണി ജീപ്പിൻ്റെ കീ മേടിച്ച് അമലുവിനോട് പറഞ്ഞു. അമലുവും വിറക്കുന്നുണ്ട്. അമലു ഡോർ ലോക്ക് ചെയ്ത് ജീപ്പിലേക്ക് കയറി. ആൻ്റണി ജീപ്പ് മുന്നോട്ടെടുത്തു. അമലു പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ശ്രദ്ധയോടെ ആൻ്റണി വണ്ടി ഓടിച്ചു. അവസാനം ഹോസ്പിറ്റലിലെത്തി. അവളെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറ്റി.
പേടിക്കാനൊന്നുമില്ല. പനി മാറാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. കുറച്ചു നേരത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ വരുന്നത് കണ്ടപ്പോൾ 3 പേരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. ഡോക്ടർ നഴ്സിൻ്റെ നോട്ട് പാഡിൽ മരുന്ന് എഴുതി കൊടുത്തു കൊണ്ട് 3 പേരോടും കാര്യങ്ങൾ പറഞ്ഞു. ശരി ഡോക്ടറെ, അമല ഡോക്ടറെ നോക്കി പറഞ്ഞു. ആളെ ഇപ്പോൾ റൂമിലേക്ക് കിടത്താം. ട്രിപ്പ് തീർന്നിട്ട് നമുക്ക് നോക്കാം. വീട്ടിലേക്ക് പോകുന്ന കാര്യം അപ്പോൾ നോക്കിയിട്ട് പറയാം. ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ നിമ്മിയെ റൂമിലേക്ക് മാറ്റി. അവൾ നല്ല ഉറക്കത്തിലാണ്. നിമ്മിയോട് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം ആൻ്റണിയിൽ ഇപ്പോൾ ഇല്ല. അവളുടെ വാടിയ മുഖം അവനിൽ തെല്ല് വേദന ഉണ്ടാക്കി. എത്ര വേണ്ടെന്ന് കരുതിയിട്ടും അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം തികയുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വിനിത തടിച്ചു. എന്നാൽ നിമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവളുടെ ശരീരവിടവ് ആരെയും മോഹിപ്പിക്കും. അവൾ അത്രയും തടിച്ചിട്ടില്ല. ഏത് ഡ്രസ്സും അവൾക്ക് ചേരും. എൻ്റെ മനസ്സ് വിനിതയെയും നിമ്മിയെയും താരതമ്യം ചെയ്യാൻ തുടങ്ങി. ഒരു കുറ്റബോധത്തോടെ അവൻ്റെ മനസ്സിൽ അവൻ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. തന്നെ മാത്രം സ്നേഹിക്കുന്ന പെണ്ണിനെ താൻ കുറച്ചു മുൻപ് ഓർത്തുപോയതിൽ അവന് വിഷമം തോന്നി. അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു. സെക്സ് ജീവിതം സ്ത്രീയെ തടിപ്പിക്കുന്നുവെന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. ഇതിന് അടിസ്ഥാനമായി ചില അസംബന്ധങ്ങളും പറയുന്നു. പുരുഷൻ ബീജം സെക്സിലൂടെ സ്ത്രീ ശരീരത്തിൽ എത്തുന്നത് സ്ത്രീയെ തടിപ്പിക്കുമെന്നാണ് ഇതിലെന്ന്. ബീജത്തിലെ പോഷകങ്ങളും കൊഴുപ്പുകളും കാരണമായി പറയുന്നു. എന്നാൽ ഇതിന് കാര്യമായി അടിസ്ഥാനമില്ല. ഇതിന് പറയാവുന്ന ഒരു കാരണം മാനസിക സന്തോഷം കൂടിയാണ്. ഇത് ശരീര സന്തോഷം നൽകുന്നു. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഈ ഹോർമോണുകൾ കരൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റുകളും വലിച്ചെടുത്ത് കൊഴുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നു കാരണമാകുന്നു. ശരീരം തടിപ്പിക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ചും ഒരു പങ്കാളിയെ കൂട്ടുകൂടുമ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകും. കൂടുതൽ അനുഭവങ്ങളും ഒരു പരിധിവരെ സെക്സ് നൽകുന്ന ശരീരത്തിലേറെ മാനസികമായ അടുപ്പവും സന്തോഷവും. ഇതെല്ലാമാണ് കല്യാണം സ്ത്രീയെ തടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം. അമല ആവട്ടെ വിനിതയുടെ സമൃദ്ധമായ ശരീരത്തിലേക്ക് ആർത്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു.